ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി അരക്കപ്പ് അരിമാവ് ലേക്കിട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഗോതമ്പ് മാവും 1/4 കപ്പ് മൈദയും രണ്ടും ചേർന്നിട്ട് അരക്കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടി ഇട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ്. തൈരും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് മാവിന് എത്ര വേണ്ടത് അതിനാവശ്യത്തിന് പോലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറച്ചായിട്ട് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് വെള്ളം ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു 6-7 മിനിറ്റ് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ്. ഇതുപോലെ നമുക്കൊരു 5-6 മിനിറ്റ് നന്നായിട്ട് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു മാക്സിമം 1 മണിക്കൂർ 2 മണിക്കൂർ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ മാവ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലൂസും അല്ലാതെ ഒരുപാട് തിക്കും അല്ലാത്ത രീതിക്ക് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് കിട്ടും. എന്നിട്ട് നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിതുപോലെ ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കാനുള്ള ആ ഒരു ലെവലിൽ നമുക്ക് മാവ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കൊരു 3 മണിക്കൂർ 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഞാൻ വന്നിട്ട് ഒരു 2 മണിക്കൂറാണ് കേട്ടോ മാറ്റി വെച്ചത്. കൂടുതൽ സമയം മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ടി 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 4 പച്ചമുളക് അല്ലെങ്കിൽ ഒരു 5 പച്ചമുളക്, ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടെ നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് എരിവുള്ള ഒരു ചട്നി ആകുന്ന സമയത്താണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ പച്ചമുളക് എണ്ണയിൽ ചൂടാക്കുന്ന സമയത്ത് നോക്കണം, ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ടൊന്ന് നടുവേ കീറിയിട്ട് പച്ചമുളക് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളക് മാത്രം ചൂടാക്കി മതി കേട്ടോ, വേറെ ഒന്നും ചൂടാക്കണമെന്നില്ല. പക്ഷേ ചെറിയൊരു ചൂടാക്കുന്ന സമയത്താണ് നമുക്ക് ഈ ചട്നിക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളക് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് മല്ലിയിലയും ആവശ്യത്തിലേക്കുള്ള ഉപ്പും കുറച്ച് ചട്നിക്കടല ഉണ്ടല്ലോ, പൊട്ടുകടല, അത് വന്നിട്ട് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് കണ്ടല്ലോ, ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ചട്നി അടിച്ചെടുക്കേണ്ടത്. കണ്ടില്ല, നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അടിച്ച് അത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മാവ് എന്തായെന്ന് നമുക്ക് നോക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഇത് കണ്ടല്ലോ, ഇതുപോലെ മാവ് നമ്മൾ 2 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂൺ റവ ചേർക്കുന്നുണ്ട്. റവയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പോലെ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളി കൂടെ ഇട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ടതിന് ശേഷം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയിലയാണ്. മല്ലിയില ആവശ്യത്തിന് പോലെ ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടുതലിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചതിന് ശേഷം നല്ല സ്പീഡായിട്ട് 2 മിനിറ്റ് കുഴച്ചാൽ മതി. എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഒന്നുകൂടി നമ്മുടെ മാവ് തിക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ ഇതുപോലെ ചെറുതായിട്ട് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കട്ടെ. ചെറുതായിട്ടൊന്ന് സിമ്മിൽ, ഒരുപാട് സിമ്മിൽ വെക്കേണ്ട, ഒരു ഇടത്തരം തീയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് ഏകദേശം ഞാൻ എല്ലാം ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മാവിൽ ഒരുപാട് ചെറിയൊരു തിക്നെസ് ഉണ്ടല്ലോ, അപ്പോൾ അതുകാരണം ഒന്ന് വേവാനുള്ള സമയം കൊടുക്കണം. അതിനുശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉള്ളിൽ നമുക്ക് മാവ് ചെറിയൊരു തിക്നെസ് ഉണ്ടാവും, അപ്പോൾ അത് കാരണമാണ് നമുക്ക് കുറച്ച് സമയം കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം പതുക്കെ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഉള്ളിൽ അതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി കളർ ചേഞ്ചായി നന്നായിട്ടൊന്ന് റെഡിയായി വരട്ടെ. അതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇത് കണ്ടല്ലോ, ഒന്നുകൂടി കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഒരു 2-3 നമ്മൾ അവസാനമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ഒന്ന് കളർ ചേഞ്ച് ആവാനുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് കളർ എല്ലാം ഒരേ രീതിക്ക് കളറാവട്ടെ. അതിനുശേഷം നമുക്ക് പിന്നെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്തേക്കാം. അങ്ങനെ ഇത് കണ്ടല്ലോ, നമ്മുടെ പക്കവട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾക്ക് ഈ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയം മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ച ചമ്മന്തി ഉണ്ടല്ലോ, അതും കൂടി അങ്ങോട്ട് ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് പോലെ, ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടു, പക്ഷേ കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കൂടുതലായിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞ് ഇതങ്ങോട്ട് എടുത്ത് കഴിക്കുകയാണെങ്കിൽ പിന്നെ എന്താ പറയണമെന്നറിയില്ല. കൂടെ ഒരു ഗ്ലാസ് ചായയും ഉണ്ടെങ്കിൽ മതി. അന്നത്തെ വൈകുന്നേരം 4 മണിക്കുള്ള സ്നാക്സ് അടിപൊളി കേട്ടോ. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കുട്ടികൾക്കെല്ലാം എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.